ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിൽ വന്ന് ഗായ്സ് അമ്മൂസ നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കഴിഞ്ഞാൽ പൊടിയുന്നേ സ്പെഷ്യൽ കാണുന്നുണ്ട് എല്ലാവർക്കും. ഇതിന്റെ പേര് ഞങ്ങളിപ്പോ പറയത്തില്ല, പിന്നെ പറയുന്നുണ്ട്. പേരാദ്യമായി നിങ്ങളെല്ലാം എണ്ണിച്ച് പോയല്ലോ. അവിടെ കുറച്ചല്ലേ ഈ സേമിയ പറയുന്നത് നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കിയിട്ടില്ല. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. സേമിയക്കകത്ത് അമ്മൂസ് ഇപ്പം ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു നല്ല മിക്സ് ചെയ്യും. എന്താണ് ഇപ്പൊ പറയാൻ വന്നല്ലോ? എന്താ പറഞ്ഞേ? ബട്ടർ ഇച്ചിരി തരാമോ എന്നായിരിക്കും. നല്ല മണം ഉണ്ടെന്നല്ലേ. എന്നിട്ട് അമ്മൂസ് ബട്ടർ പേപ്പറൊക്കെ മേടിച്ചു. ഇത് ചൂടാക്കിയില്ലാണോ? ഇല്ല, ബട്ടർ പേപ്പറിന്റെ ആവശ്യമില്ല, പാനിന്റെ അകത്ത് മതി. പക്ഷേലുണ്ടല്ലോ ഈ പാൻ, എന്റെ പാൻ ആണെങ്കിൽ ഇതൊന്ന് തിരിച്ചിടുമ്പോ അത് ഇളക്കി വരത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തോ എടുത്തു, അപ്പൊ സേമിയ കൂടിപ്പോയെന്നാ തോന്നുന്നു. ഞാൻ എടുത്തു ക്വാണ്ടിറ്റി. പായസം ഉണ്ടാക്കാം. വലുത് വേണോ? ഇത് തിരിച്ചിടാൻ ഹെൽപ്പ് ചെയ്യണം, മുത്തിന്റെ ഹെൽപ്പ്. എനിക്ക് വേറെ പാനുണ്ടെങ്കിൽ എനിക്ക് മരത്തിയാണ് ഒറ്റ ചക്കു ചക്കപ്പ എന്താ മിണ്ടായിരിക്കുന്നേ? ചക്കപ്പ ഇന്ന് കളിക്കാൻ പോയിട്ട് പെടലി വിളിക്കുന്നു. അപ്പോൾ ഒരു സൈഡിലോട്ട് ഇപ്പം നോട്ടം ചെല്ലത്തുള്ളൂ, ഒരു സൈഡിലോട്ട് നോട്ടം വരത്തില്ല. ഇങ്ങോട്ട് നോക്കി, ഞാൻ അങ്ങോട്ട് നോക്കി, കണ്ടാ അങ്ങോട്ട് നോട്ടം പോകുന്നില്ല. ചക്കപ്പി ഇതിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്തൊരു പണിയുണ്ട്. വേറൊരു പാൻ വെക്കുക. ചക്കുവിൻ്റെ അകത്ത് കൈ തരും കേട്ടോ, ഞാൻ സെറ്റ് ആക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്ത്. ഇവനിടയ്ക്ക് കട്ടുവാരി തിന്നോടി. എന്നാ അവരെ കൈ പിടിച്ചത് ചൂടാക്കണത്. ഇവിടെ ഒരു എൻ്റെ ഇടയിൽ കൂടെ പോയ ബിങ്കോയോ? എവിടെ ഇരിക്കുന്നു ബിങ്കോ? ഇത് വാനല്ലേ? അതിന് വേണ്ടിട്ട് പോയിട്ടുണ്ട് ഈ അമ്മു തന്നെ കത്തിക്കണ്ടായിരുന്നു. സോറി, തീ കത്തിക്കണ്ട. 2 സ്പൂൺ ചക്കൂതല്ലേ കോൺഫ്ലവർ ഇട്ടു. 2 അല്ല, കുറച്ചിട്ടേക്കാം. നമുക്ക് ആ ക്രീം. നീ എന്നോട് സംശയം ചോദിക്കല്ലേ. ഞാൻ അതിലോട്ട് 2 സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട്. ചക്കു നീ ഒന്നും മിണ്ടാതിരിക്കുക എന്റെ പൊന്നു ചക്കു. 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? ശരിയാവോ അറിയില്ല, എന്റെ പരീക്ഷണമാണ്. കുറച്ചുകൂടെ പാലെടുത്ത് വെച്ചോ. അതാ ശരിയല്ല, നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം. ക്രീമി ടെസ്റ്റ് കേട്ടോ. ബാക്കി 1 കപ്പ് പാല് ഫുള്ള് ഒഴിച്ചു. എന്നിട്ട് ഇതങ്ങോട്ട് വെച്ചിട്ടു. ഞങ്ങളിവിടെ നിന്ന് പ്രമോദങ്ങൾ എന്ന അരവണ ചെന്നോണ്ടിരിക്കുന്നു അല്ലേ കുട്ടി? ഞങ്ങളുണ്ടായിരുന്നു അരവണ. എന്നതുണ്ട് പാട്ട് പറഞ്ഞുണ്ടോ സാധനം? ഇപ്പൊ അതെടുക്കല്ലേ, എന്റെ സാധനങ്ങളെല്ലാം താഴെ പോകും. ഇന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോ കൂടെ അവൻ ജീരകമൂട്ടാൻ നിന്നുണ്ടാ പോയത്. ചക്കൂനാണെങ്കിൽ പെടലി പോയി. കടയിലൊക്കെ സെയിം കളർ കൊണ്ടുവല്ല. ഇത് മറ്റേ കളർഫുൾ ഉള്ള സാധനമാണ്. കടയിലുള്ളത് നീ ഉദ്ദേശിച്ച എന്താ? മറ്റേ ഹോട്ടലിലേക്ക് എന്റെ കൈ കഴുകിയിട്ട് തിരിച്ചു വരുന്ന സാധനമല്ലേ, മറ്റേ വെള്ള കളറിലെ? അത് ജീരകമല്ലേ? അത് ജീരകമാണ്, അത് പെരുംജീരകമാണ്. ഇതും അത് തന്നെ ആയിരിക്കും അല്ലേ? ഇത് കളർ മുക്കിയതായിരിക്കും. ആക്കട്ടെ, അത് കുറുക്കി വരണം.
അയ്യോ ഞാൻ നിങ്ങൾക്കൊരു പണി തരട്ടെ? എന്താണ്? കുറച്ച് പിസ്ത എടുത്ത് പൊടിച്ചു തരുമോ? പിസ്ത. ഓക്കെ ഗൈസ്, അപ്പൊ പിസ്ത പൊടിക്കാം. പിസ്ത പൊടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ പൊടിച്ചിട്ട് ഇവൻ വായി എടുത്ത് വായി ചാക്കു പ്ലീസ് എടുക്കല്ലേ. എടുക്കോടാ? സത്യം സത്യം ഒരെണ്ണം എടുക്കണ്ട. ഇല്ല, തരത്തില്ല ഞാൻ, തരില്ല ഞാൻ. തിന്നാനാണ്, പക്ഷെ തരൂല ഞാൻ നിനക്ക്. ഇത് ഞാൻ തരാൻ വേണ്ട ഇപ്പം. ഡേറ്റ്സോ? ഇങ്ങനെ ഡേറ്റ്സ് അല്ല ഗൈസ്, ഇതിനകത്താണ് ഞങ്ങളെ പിസ്ത ഇരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? അയ്യോ ഉണ്ട്. ഇതാണ് നമ്മുടെ പിസ്ത പാക്കറ്റ്. അങ്ങനെ പിസ്ത വന്നു. ഇത്ര മതിയോ? കുറച്ച് പൊടിക്ക് എന്നാലും അറിയത്തുള്ളൂ. പൊടിക്കണം. ഞാൻ പൊളിച്ചാലോടാ, പൊളിച്ചാലേ ചക്കുപ്പി. അടുത്ത കുറച്ച് ചീസ് നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടു. എന്നിട്ട് ബാക്കി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ സേമിയ ഉണ്ടല്ലോ, അതൊന്നുകൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് സെറ്റ് ചെയ്യാം. ചക്കു അവിടെ എന്തെടുക്കുക? ചക്കു, ഞാൻ ഈ ഡിനോസറിന്റെ സാധനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തെടുക്കണം? ഇത് നമുക്ക് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതങ്ങോട്ട് മാറ്റിക്കേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ചും വെക്കാം കേട്ടോ. അതവിടെ ആകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട്. നമുക്കൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കണം. ചക്ക മാറിയെന്നേ. മുത്തം തോന്നും മിണ്ടാതിരിക്കുന്നത്. മൊത്തം എടുത്ത് വെച്ച പിസ്ത മൊത്തം എന്ത് ചെയ്യുന്നു നോക്കും. ഞാൻ തിന്നില്ല. പിന്നെ മുട്ടൊന്നും തീറ്റോട് വയ്ക്കുക. മുട്ടയുടെ തീറ്റിട്ട് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അതോടെ തിന്നു. ഇതന്നെ വെച്ചേക്കുന്നു. വേറെ പിസ്ത എടുക്കണം കഴിച്ചു. ഞാനല്ല തിന്നല്ല. ആ പട്ടെ രണ്ടെണ്ണം ഞാൻ പൊളിച്ചോളൂ. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അവിടെ വേറെ പണിക്കത്. ഞാൻ അവിടെ നീങ്ങി വീഴല്ലേ, അങ്ങോട്ട് വീഴല്ലേ. കയറി ഇരിക്കുക, അങ്ങോട്ട് കയറി ഇരുന്ന അങ്ങോട്ട് കയറി ഇരിക്കുക. പോ തിരിഞ്ഞിരണ ഇങ്ങനെ. അങ്ങോട്ട് കയറും പോട്ടെ. അങ്ങോട്ട് ഒഴുതും ഇവിടെ പാതകൻ്റെ മണ്ടയ്ക്കറി ഇരിക്കുക. ആദ്യമേ തിന്നാനാന്ന് തോന്നുന്നു. ഇവിടെ എന്തായി? അപ്പോഴത്തേക്ക് നമുക്ക് പിസ്ത പൊളിക്കാം. പിടി. ഇത് നമ്മുടെ ഈ പഞ്ചസാര ലൈനിക്കകത്തെ പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു അരമുറി നാരങ്ങയുടെ കുറച്ച് നീര് പിരിഞ്ഞൊഴിച്ചു കൊടുക്കാം. മതി, അതും സെറ്റായി. നീ പിസ്ത തീർക്കുന്നു. തന്നെ പൊളിച്ചൊക്കെ തിന്നുന്ന. അങ്ങനെ നമുക്ക് ബാക്കി പിസ്ത പൊളിക്കാം. ഇതാവും പറക്കി തിന്നോന്നാവുന്നത്. എന്തോ ചക്കു ചെയ്യുന്നേ? സത്യത്തിൽ ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു വീഡിയോ എടുക്കാൻ. പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി. ഓരോന്നോരോന്ന് ചെയ്ത് വരുമ്പോൾ അയ്യോ അത് വേണമല്ലോ എന്ന് ഓർക്കുന്നത്. ഇവിടെ ഒരാളോട് ഞാൻ ചീസ് എടുത്ത് തരാൻ പറഞ്ഞതിന് ഇവിടെ ഒരാൾ മുഖം വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. പിസ്ത എടുക്കാൻ പോകണം, ചീസ് എടുക്കാൻ പറഞ്ഞു. ചീസ് എടുത്ത് വന്നപ്പോഴത്തേക്ക് നോക്കിയിട്ട് മറ്റേ എടുത്ത് അതിനകത്ത് ഒഴിക്കാൻ പോകും. ഏത് പിന്നെ ചീസ് അതിൻ്റെ അകത്ത് ഇടണ്ടേ? അതെടുക്കാൻ പോയപ്പോഴാണ് നീ അതെടുത്ത് അതിനകത്ത് ഇട്ട് ഒഴിച്ചത്. ഏത് ചീസോ? അല്ല, ഈ പാലെല്ലാം കൂടെ കുറുക്കി തരത്തിന് മണ്ടക്കിടാൻ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നീ എന്ത് കൊടുക്കും? എടുത്ത് തിന്നാനായിരിക്കും. അല്ല, കഷ്ടപ്പെട്ട് പൊളിക്കുന്ന കാണാൻ പൊളിച്ചിടും, അവനെടുത്ത് ഇടും തിന്നും. ഈ സാധനത്തിന്റെ പേര് വഴക്കുണ്ടാക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം തൊട്ട് വഴക്കാണ്.
ആ പിസ്തയുടെ തോടെല്ലാം പൊളിച്ചതായിരുന്നു. മുത്താണ് വരക്കൊണ്ടാക്കുന്നത്. മുത്തിനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് മുത്തിന് ഇഷ്ടപ്പെടും. ചക്കപ്പിക്ക് നാളെ ബ്ലൂ ഡേ ആണ്. ബ്ലൂ കളർ ഡ്രസ്, ബ്ലൂ കളർ ടോയ്, ബ്ലൂ കളർ ഫുഡ് എന്താ കൊണ്ടുവന്ന്? ഇത് നീ ഇവൻ ഇവിടെ രണ്ട് ദിനോസറിനകത്ത് ഇങ്ങനെ കുത്തം സാധനങ്ങൾ. ആ സൈഡെല്ലാം കുത്തിക്കഴിഞ്ഞ് ഇനി അടുത്ത സൈഡ് കുത്തുക. വല്ലപ്പോഴൊക്കെ എടുത്ത് കളിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ വേറെ ഒന്നും ഒരു രക്ഷയില്ല വെച്ച് കളിക്കാൻ, വേറെ ടോയ് ഒന്നും. അതിനാണ് ഇപ്പോൾ ഇതും പൊട്ടുണ്ടത്. കൈസ് അങ്ങനെ സ്പെഷ്യൽ ഡിഷ് അങ്ങനെ പാത്രത്തിലായിരിക്കുന്നു. ഇനി കുറച്ച് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന കൃഷി ചെയ്ത് വെച്ചേക്കുന്ന പിസ്ത അതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കിയല്ലോ, ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് എവിടെ ഉണ്ട് ഇച്ചിരി കുറവുള്ളൂ പിസ്ത? ഏത് സൈഡിലാണ്? ഈ സൈഡിലാണ് നമ്മൾ പിസ്ത മൊത്തം അങ്ങനെ വിതറിയ ഒരു രസമില്ല. അതിലേ നമുക്ക് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചൂട് നമ്മുടെ പഞ്ചസാര ലൈനി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. അങ്ങനെ ഞങ്ങളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. കുനാഫ നമുക്കിനി ഇത് മുറിച്ച് നോക്കിയാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് മുറിച്ചല്ല തിന്നുന്നേ, കടക്കാർ അത് മുറിച്ചൊക്കെ തരും. നമുക്ക് ഒരു സ്പൂൺ വെച്ച് കോരി തിന്നും. കുനാഫകളുടെ കടയുണ്ട്, പക്ഷെ ഭയങ്കര വിലയാണോ? അടിയാകുന്നുണ്ട് കൂടെ. ചക്കു നേരെ ഇടണം. വരുന്നില്ല മുത്തു. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തേ. നല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സേമിയല്ലേ ഭയങ്കര കട്ടിയാണ്. ഭയങ്കര കുറച്ച് കട്ടിയാണ്. നല്ല തിന്നായിട്ടുള്ള സേമിയ എടുക്കണം. അങ്ങനെ ചക്കുപ്പിക്ക് കൊടുക്കാൻ പോണ കൈ. ചക്കുപ്പി ഇടാൻ കടിക്കുന്നുണ്ടോ? ഞാനൊരു സേമിയ എന്നിട്ട് ആ സേമിയ ക്രോസ് ആയിട്ട് എൻ്റെ രണ്ട് മോണയിലും കൂടെ കയറി കുത്തിയിരുന്നു. എങ്ങോട്ടേ കുപ്പി തിന്നാൻ പറ്റും. കൊള്ളാം, സൂപ്പർ. നമ്മുടെ സേമിയ ഇച്ചിരി കട്ടിയായി പോയി. അത് നമ്മൾ സാധാരണ ഞാൻ ഇവരോട് ചോദിച്ചത് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുനാഫ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിയായ പറയണം. ഞങ്ങളുടെ കുറച്ച് ശരിയായി, കുറച്ച് ശരിയായില്ല. ഞങ്ങളുടെ സേമിയയൊക്കെ കട്ടി കൂടിപ്പോയി, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇതിന് വേണ്ടിയിട്ട് വീണ്ടും സേമിയ മേടിച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് കാണിച്ചു തരാം പറ്റുവാണെങ്കിൽ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരിയായ പറയണേ. തിന്നായിട്ടുള്ള സേമിയ എടുക്കണം, എനിക്ക് ശരിയാവും. ഇപ്പം ഇത് ചെറുതായിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ബൈ.